കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. परमेश्वर के पवित्र नाम की स्तुति हो। നമ്മുടെ സമയം അല്പം കടന്നുപോയി. ഞങ്ങൾ മീറ്റിങ്ങിന് മുമ്പ് എത്തത്തക്ക നിലയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയായിരുന്നു. വഴിയിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ക്രമാതീതമായ ട്രാഫിക്കാണ്. रास्ता में बहुत ट्रैफिक जाम होने के कारण हम लोग जल्दी से नहीं आ पाया, थोड़ा देर हो गया है। ദൈവകൃപയാൽ ഒരു ഇടത്താവളത്തിൽ നമുക്ക് എത്തുവാനായിട്ട് ദൈവം സഹായിച്ചു. लेकिन समय हो गया था, अभी तक हम अपने घर नहीं पहुंचा। बीच में एक भाई के घर में रहकर अभी क्लास ले रहा। വീട്ടിൽ എത്തിയിട്ടില്ല, ഇത് ഹോസ്പിറ്റലിലാണ്. घर पहुंचा नहीं है, ये हॉस्पिटल में हूँ। നമ്മുടെ സഹോദരന്റെ പ്രസ്ഥാനമായതുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് നമുക്ക് അനുകൂലമായിട്ട് ലഭിച്ചു. हमारा भाई का एक हॉस्पिटल है, इसलिए सेवकाई के लिए अनुमति भी उधर रहकर मिला था, इसलिए നമുക്ക് ദൈവവചന പഠനത്തിലേക്ക് മടങ്ങി വരാം. हम परमेश्वर के वचन के अध्ययन में वापस आएंगे. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഫിലിപ്പി ലേഖന പഠനമാണ് നാം നടത്തി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ആണ് നാം വായിച്ചത്. हम फिलिपियों की पत्री का अध्ययन करके आ रहे थे. पिछले क्लास में हम फिलिपियों की पत्री 1 अध्याय 9वां पद हम लोग देखा. ഇന്ന് നമുക്ക് 10-ാം വാക്യത്തിലേക്ക് വരാം. आज हम 10वां आयत में आएंगे. നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം എന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. വായിച്ചാൽ मैं प्रार्थना करता हूं कि तुम्हारा प्रेम ज्ञान और सब प्रकार की विवेक सहित और भी बढ़ता जाए, यहाँ तक कि तुम उत्तम से उत्तम बातों को प्रिय जानो और मसीह के दिन तक सच्चे बने रहो और ठोकर ना खाओ. സ്നേഹം, ദൈവമക്കൾ തമ്മിലുള്ള ഒരു സ്ഥലം സഭയിലുള്ള ദൈവജനം തമ്മിലുള്ള സ്നേഹം അതെപ്രകാരമായിരിക്കണം എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത്. पिछले क्लास में हम लोग परमेश्वर का लोगों का प्रेम कलीसिया में कैसे होना है उसके बारे में हम लोग ने देखा. ദൈവസഭയിലുള്ള ദൈവജനം തമ്മിലുള്ള സ്നേഹം ഉണ്ടായാൽ മാത്രം പോരാ, അവ വർദ്ധിക്കണം എന്ന്, മേൽക്കുമേൽ വർദ്ധിക്കണം എന്ന് നാം കണ്ടു. केवल परमेश्वर की कलीसिया में जो प्रेम केवल एक जैसे नहीं होना था, लेकिन और बढ़ते जाना है, उसके बारे में हम लोगों ने देखा. അത് മാത്രമല്ല, വളരെ വിവേകത്തോടും പരിജ്ഞാനത്തോടും കൂടെ വേണം ആ സ്നേഹം വർദ്ധിക്കുവാൻ എന്നുള്ളതും നാം കണ്ടു. उतना नहीं, कैसे बढ़ना है, बहुत सब प्रकार के विवेक सहित बढ़ता जाए करके परमेश्वर के वचन कहता. ഇന്ന് നാം അതിന്റെ 10-ാം വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം മാത്രം ഒന്ന് ചിന്തിക്കാം. आज हम लोग 10वां आयत का पहला भाग थोड़ा मनन करेंगे. സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ കൂടെ ചിന്തിക്കാം. समय के अनुसार हम लोग आगे बढ़ेंगे. ഭേദാഭേദങ്ങളെ വിവേചിക്കണം. उत्तम से उत्तम बातों को प्रिय जानो. നാം അതിനകത്തുള്ള നല്ലതേതാണ് തീയതേതാണ് എന്ന് തിരിച്ചറിയുന്നതാണ് ഭേദാഭേദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. जो हम पढ़ते हैं और हम हमारे बीच में और हमारे सामने जो आता है, उसमें से अच्छे कार्य को हम लोग अलग करना, उसको बोलता है उत्तम से उत्तम बातों को प्रिय जानना, अलग करना. നാം അഭിമുഖീകരിക്കുന്ന വിഷയത്തിലെ നമുക്ക് ഗുണകരമായുള്ളത് ഏതാണ്, കൂടുതൽ ഗുണകരമായുള്ളത് ഏതാണെന്ന് തിരിച്ചറിയണം. जो हम सामना करते हैं उस विषय में ज्यादा उत्तम बात क्या है, उसको हम लोग ढूंढना है, परखना है. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം വിവേചിക്കണം എന്നുള്ളതാണ്. ഡിസൈൻ, പരിശോധിക്കുക. इधर हमारे हिंदी में प्रिय जानना है करके लिखा है, लेकिन मलयालम ट्रांसलेशन में यह नहीं है, उधर परखना है करके बताता है. ഇംഗ്ലീഷിൽ ഡിസൈൻമെന്റ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. Yes, अंग्रेजी में डिसर्नमेंट, उसका मतलब है परखना. അഥവാ ഒരു വിഷയത്തെ തിരിച്ചറിയാനുള്ള പരിശോധന എന്ന് അർത്ഥം. इतना मतलब ये था कि एक विषय को जानने का जो जानकारी, जो नॉलेज हमको चाहिए. എല്ലാവർക്കും എല്ലാം തിരിച്ചറിയണമെന്നില്ല. सब लोग सब बातें पहचानना अति आवश्यक नहीं है, नहीं हो पाएगा. എന്നാൽ
അത് തിരിച്ചറിയുന്നതിനുള്ള പരിശ്രമം നാം നടത്തേണ്ടതാണ്. लेकिन वो बात पहचानने का कोशिश करना बहुत जरूरी है. ഏതൊരു വിശ്വാസിയും നാം അഭിമുഖീകരിക്കുന്ന വിഷയത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കി മാത്രമേ അത് തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ എന്നാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. प्रत्येक विश्वासी लोग क्या करना था कि जो विषय हम लोग हमारे सामने आता है, जो विषय को हम लोग सामना करना था, उसको हम लोग जरूर परखना है. കൊരിന്ത്യർ ലേഖനം 1-ാം ലേഖനം നാം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. दूसरा अध्याय का 15वां पद. അവിടെ നമ്മൾ വായിക്കുന്നു, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. हम पढ़ते हैं कि पहला कोरिन्थियों chapter 2:14. Chapter 2:14. Yeah. 14. परंतु शारीरिक मनुष्य परमेश्वर की आत्मा की बातें ग्रहण नहीं करता, क्योंकि वे उसकी दृष्टि में मूर्खता की बातें और न वह उन्हें जान सकता है. 15-ാം വാക്യം. 15वां पद में आत्मिक जन सब कुछ जानता है. ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു. आत्मिक जन सब कुछ जानता है. ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് വൺ ഹൂ ഈസ് സ്പിരിച്വൽ അപ്രൈസസ് ഓൾ തിങ്സ്. अंग्रेजी का अनुवाद ऐसा रहता है, जो आत्मिक जन है वो सही रीति में उसको परखते हैं, जांचते. എല്ലാത്തെയും വിവേചിക്കുന്നു, പരിശോധിക്കുന്നു, തിരിച്ചറിയത്തക്ക നിലയിൽ അവയെ വിശകലനം ചെയ്യുന്നു. सब कुछ जानते हैं, पहचानते हैं, जो हमारे जानकारी के लिए सब कुछ परख कर समझते हैं. അപ്പം ഒരു ആത്മീകന് മാത്രമേ വിവേചിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. അത് ആത്മീകൻ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. इसका मतलब यह था कि केवल एक आत्मीय व्यक्ति को आत्मीय जन सब कुछ जान सकते हैं, वो परख सकते हैं. आत्मिक जन वो एक दूसरा विषय था, वो मैं लेना नहीं चाहता हूँ. അപ്പൊ ആത്മീകൻ എല്ലാത്തെയും വിവേചിക്കാൻ തയ്യാറാകും. तो आत्मीय जन सब कुछ जांचने के लिए तैयार है. നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയവും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. जो कार्य हम सामने करते हैं, जो बातें हमारे सामने आता है, सब कुछ जांचने के लिए तैयार रहता है. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ, जब पौलुस प्रेरित തെസ്സലോനിക്കയോं को पत्र लिखने के समय അതിന്റെ 5-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. इसका 5वां अध्याय में ऐसे लिखता है. 5-ാം അധ്യായം 5वां अध्याय. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, സകലവും ശോധന ചെയ്യുവിൻ. कौन सा है वाक्य? അതിന്റെ 21-ാമത്തെ വാക്യം. उसका 21वां पद. सब बातों को परखो. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവിൻ. सब बातों को परखो और जो अच्छी है उसे पकड़े रहो. അപ്പോൾ ഏതാണ് നല്ലത്, ഏതാണ് കൂടുതൽ നല്ലത് എന്ന് തിരിച്ചറിയണമെങ്കിൽ പരിശോധന കൂടിയേ തീരൂ. तो कौन सा अच्छी है, कौन सा और अच्छी है करके समझने के लिए परखना बहुत जरूरी है. അതുകൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന, നമ്മുടെ മുൻപിൽ വരുന്ന ഏത് വിഷയവും പരിശോധനയ്ക്ക് വിധേയമാക്കണം. इसलिए हमारे सामने जो जो विषय आता है, कोई भी हो, वो जांचने के लिए हम लोग तैयार करना. അങ്ങനെ പരിശോധിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് വേണ്ടുന്ന നിലയിൽ ഗുണകരമായി തീരുകയില്ല. अगर ऐसे हम लोग नहीं परखे तो इस जिस कार्य के लिए हम इस्तेमाल करना चाहते हैं उसके लिए नहीं हो पाएगा. ഭേദാഭേദം എന്നാണ് നാം മലയാളത്തിൽ വായിക്കുന്നത്. तो मलयालम में ऐसे पढ़ता है भेदा भेद. हिंदी में उत्तम से उत्तम बात. ഉത്തം, അത് നല്ല വാക്കാണ്, अच्छी बात है, शब्द है. ഇംഗ്ലീഷിൽ വായിക്കുമ്പോ അതായത് ഈ പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ദാറ്റ് യു മേ അപ്രൂവ് ദ തിങ്സ് ദാറ്റ് ആർ എക്സലന്റ് എന്ന വാക്കാണ്. अंग्रेजी में ऐसे बोलता है कि हम लोग जानना है जो बहुत अच्छे है, उत्तम है, एक्सीलेंट है. മലയാളത്തിലെ ആ തർജ്ജമ അത്ര പോരാ. मलयालम की जो अनुवाद उतना अच्छा नहीं है. ഭേദാഭേദം എന്ന വാക്കുകൊണ്ട് ഒരു പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ കൃത്യമായിരിക്കുന്ന അർത്ഥത്തിലേക്ക് എത്തുന്നില്ല.
जो मलयालम के ट्रांसलेशन में जो मतलब को पौलुस प्रेरित उद्देश्य करते थे उतना नहीं आता है मलयालम के अनुवाद में। എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് എന്തിനാണ് ഈ പരിശോധന? ടു അപ്രൂവ് ദാറ്റ് വിച്ച് ഈസ് എക്സലന്റ്. तो क्यों ये परखना, इसका जरूरत क्या है? हम लोग अच्छे वस्तु लेकर हम लोग सिद्ध होना। നാമൊക്കെ നോർമലി നല്ലത് മാത്രം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. हम साधारण रूप से अच्छी वस्तु को चुनने वाला है। പക്ഷെ എക്സലന്റ് എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ലതല്ല. लेकिन एक्सेलेंट जो शब्द से उसका मतलब अच्छा नहीं है। കേവൽ അച്ഛൻ, കേവൽ അച്ഛൻ, കേവൽ കേവലം, केवल ये अच्छा जो बात नहीं। ആ നല്ലത്, വളരെ നല്ലത്, ഏറ്റവും നല്ലത്, അഥവാ ഗുഡ്, ബെറ്റർ ആൻഡ് ബെസ്റ്റ്. तो जो अंग्रेजी में जो एक्सेलेंट जो शब्द इस्तेमाल किया गया है, केवल अच्छा है करके नहीं है, अच्छा है, बहुत अच्छा है और उत्तम है। അപ്പോ वो उत्तम जो है उसका मतलब है एक्सेलेंट। നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാത പലപ്പോഴും നല്ലതായിരിക്കും. शायद हम लोग जो विचार करते हैं वो मार्ग शायद अच्छा होगा। നമ്മുടെ മുൻപിൽ വരുന്ന കാര്യങ്ങൾ കൊള്ളാമോ എന്ന് മാത്രമേ നാം പരിശോധിക്കാറുള്ളൂ. शायद हम लोग हमारे सामने जो बातें आते हैं वो अच्छा है क्या बुरा है, केवल वही बात हम लोग परखते हैं। പക്ഷേ ഏറ്റവും നല്ലത്, ദ എക്സലന്റ് എന്ന വാക്കാണ് ഇവിടെ നാം കാണുന്നത്. लेकिन इधर अंग्रेजी में एक्सेलेंट जो शब्द को इस्तेमाल किया है, मतलब हमारे हिंदी में सही ट्रांसलेशन है उत्तम बात, उत्तम। അപ്പം ഒന്നുകൂടെ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ये क्या उद्देश्य करते हैं, एक और बार हम देखेंगे। നമ്മുടെ മുൻപിലേക്ക് വരുന്ന വിഷയങ്ങൾ जो विषय हमारे सामने आते हैं നല്ലതാണോ, ഏറ്റവും നല്ലതാണോ എന്ന് പരിശോധിക്കുമ്പം ഏത് നിലയിലാണ് നല്ലതാകുന്നത്? तो अच्छा है क्या और उत्तम है क्या और बहुत अच्छा है क्या, और किस तरफ से वो अच्छा है करके हम लोग परखना है। ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ നല്ല, ഏറ്റവും നല്ലത് അഥവാ ഏറ്റവും എക്സലന്റ് ആയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക ജീവിതത്തിന്, ലൗകിക ജീവിതത്തിന് എത്രത്തോളം പ്രയോജനം എന്നുള്ളതല്ല. इधर जो उत्तम जो बात का इस्तेमाल करता है, जो उत्तम जो शब्द के इस्तेमाल करते हैं, वो हमारे शारीरिक और भौतिक कार्यों के लिए कितना अच्छा है करके नहीं बोल रहा। നമ്മുടെ ആത്മീയ ജീവിതത്തിന് എത്രത്തോളം പ്രയോജനം എന്നുള്ളതാണ്. हमारे आत्मिक जीवन के लिए कितना इस्तेमाल हो पाएगा, वो बात को हम लोग विचार करना। ഇത് ലളിതമായ ഒരു വിഷയമല്ല. ये बहुत साधारण एक विषय नहीं। ഇത് എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് പലപ്പോഴും നോർമലി നമ്മൾ ചിന്തിച്ചു പോകുന്ന വിഷയമാണ്. शायद हम सब, मैं और आप, और साधारण रूप में हम लोग विचार करके चले जाते हैं, എന്നാൽ ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. लेकिन ये बहुत गंभीर विषय। ഈ വിഷയത്തിൽ ഞാൻ അടക്കം നാം പലപ്പോഴും പരാജിതരുമാണ്. इस विषय में मुझे मैं और आप सब लोग उसमें पराजित हो जाते हैं। അതല്ലേ അതിന്റെ വാസ്തവം? वाक्य में यही है ना। നാം അഭിമുഖീകരിക്കുന്ന, നമ്മുടെ മുൻപിൽ വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നാം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ, നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വിഷയങ്ങളെല്ലാം ഭൗതികമായ നമ്മുടെ ഈ ലോക ജീവിതത്തിന് എത്രത്തോളം പ്രയോജനപ്പെടും എന്നുള്ളതല്ലേ നാം പരിഗണിക്കാറുള്ളത്. हम लोग कैसे उसको सोचते हैं, हमारे सामने जो आते हैं, जो कार्य जो आता है, जो विषय हमारे सामने आता है, जो वस्तु हमारे सामने आता है, ये सब चीज हमारे भौतिक इस संसार में रहने के समय हमारे जितना आवश्यक भौतिक शारीरिक कार्यों के लिए कैसे इस्तेमाल होता है करके हम लोग विचार करते हैं। എന്നാൽ അത് എത്രത്തോളം ആത്മീകമായി പ്രയോജനപ്പെടും എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. लेकिन वो बातें, वो कार्य कितना आत्मिक जीवन के लिए इस्तेमाल हो पाएगा करके हम लोग विचार करना। നാം തിരഞ്ഞെടുക്കുന്ന ഏത് വിഷയവും നമ്മുടെ കുടുംബജീവിതത്തിനാകട്ടെ, വ്യക്തി ജീവിതത്തിനാകട്ടെ, അതിന്റെ ഭദ്രതയ്ക്ക് ഉതകുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. तो जो विषय हम लोग चुनते हैं
वो हमारा व्यक्तिगत जीवन के लिए और हमारे पारिवारिक जीवन के लिए और जो है वो इस्तेमाल हो पाएगा, वो हम लोग जरूर विचार करना है। എന്നാൽ അതേ വിഷയം നമ്മുടെ ആത്മീക ജീവിതത്തിന് എത്രത്തോളം പ്രയോജനപ്പെടും എന്ന് നാം ചിന്തിക്കാറുണ്ടോ? लेकिन ये सेम चीज, वही विषय, वही बात हमारे आत्मिक जीवन के लिए कैसे इस्तेमाल कर पाएंगे, ये बात को हम लोग विचार करते हैं क्या? ആ ഒരു അത്രത്തോളമുള്ള ഒരു ധാരണയോ അത്രത്തോളമുള്ള ഒരു താല്പര്യമോ നമുക്കുണ്ടാകാറുണ്ടോ? उतना तात्पर्य और उतना जो आवश्यकता हमारा जीवन में है क्या करके हम लोग विचार करते हैं क्या? ഈ നമ്മുടെ ഇടയിലൊക്കെ ധാരാളം കൗൺസിൽ ചെയ്യുന്ന സഹോദരന്മാരുണ്ട്. हमारे बीच में बहुत सारे लोग हैं काउंसिल करने वाला लोग, ഫാമിലി കൗൺസിലേഴ്സ് ഉണ്ട്, फैमिली काउंसलर्स होता है, ബാച്ചലർ കൗൺസിലേഴ്സ് ഉണ്ട്, जवानों के बीच में काउंसिल करने वाला होता है, യൂത്ത് കൗൺസിലേഴ്സ് ഉണ്ട്, और जवानों के बीच में, जो टीनेजर्स के बीच में काउंसिल करने वाला होता അതുപോലെ है, തന്നെ എഡ്യൂക്കേഷൻ സംബന്ധിച്ചുള്ള കൗൺസിലേഴ്സ് ഉണ്ട്, और शैक्षिक विषय में, കരിയർ ഗൈഡ്. शैक्षिक विषय में और हमारे व्यवसाय के बारे में काउंसिल करने वाले लोग होता है. അവരൊക്കെ ഈ ഇപ്പൊ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ उन लोग, अगर हम लोग सीखने वाला और स्कूल में पढ़ने वाला, कॉलेज में पढ़ने वाला ഒരു लड़का होंगे, लड़की होंगे, तो ഒരു ഹൈസ്കൂളോ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക പ്രീ ഡിഗ്രിയോ ഒക്കെ ആകുമ്പോൾ +2 +1 +2 ഒക്കെ ആകുമ്പോൾ और स्कूल में जो +1 +2 तक आने के समय അവരൊക്കെ ഈ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ये काउंसलर्स इस छात्रों को ट्रेनिंग देते हैं. ട്രെയിനിങ് എപ്പോഴും നല്ലതാണ്, प्रशिक्षण हमेशा अच्छा है, ഗൈഡൻസ് എപ്പോഴും ആവശ്യവുമാണ്. अगुवाई करना बहुत आवश्यक भी है. എന്നാൽ ഒരിക്കൽ ഈ +1 +2 പഠിക്കുന്ന 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 +2 പഠിക്കാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്ത ചില കുട്ടികളുമായിട്ട് ആശയവിനിമയം നടത്താനുള്ള അവസരം ഉണ്ടായി. एक दिन मेरे को 10वीं के बाद +1 +2 में पढ़ाई करने जाने वाले बच्चों के साथ जो थोड़ा बात करने के लिए अवसर मुझको मिला. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഈ അവരെന്തൊക്കെ നിങ്ങളോട് പറഞ്ഞു എന്ന് ചോദിച്ചു. तब मैं उनसे पूछा, ये काउंसलर्स जो काउंसिल करने वाले लोग क्या क्या आपसे पूछा, क्या क्या आपसे बताया? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങളെ കൗൺസിലിങ്ങിന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്ന ആഗ്രഹപ്രകാരം തിരഞ്ഞെടുക്കുന്ന കോഴ്സുകളെ കുറിച്ച് അവർ പറഞ്ഞു. तो उन लोगों ने बताया कि जो अपने इच्छा के अनुसार क्या बनना चाहता है, उसके अनुसार क्या क्या विषय, क्या क्या सब्जेक्ट आप +1 +2 में ले सकता है, उसके बारे में ഈ बताया. 11ഉം 12ഉം ഉള്ള 11ാം ക്ലാസ്സിൽ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിനനുസരിച്ചാണ് അവരുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്, ജോലി സംബന്ധമായ സാധ്യതകൾ നിർണ്ണയിക്കപ്പെടുന്നത്. क्योंकि ये +1 +2 में जो विषय लेते हैं उसके अनुसार उनका भविष्य का निर्णय होता है. അപ്പൊ അതുകൊണ്ട് അവരെ വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയാം എന്ന് പറഞ്ഞു. इसीलिए उन लोग काउंसलर्स उनको बुला के बोला कि आपका इच्छा को बता सकता है. അപ്പോൾ എഞ്ചിനീയർ ആകാൻ ആഗ്രഹമുള്ള കുട്ടികൾ പേര് കൊടുത്തു, അവരെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. तब इंजीनियर बनने वाले बच्चे लोगों का नाम दिया है, उनको एक कमरे में भेजा. MBBSന് ഡോക്ടർ ആകാൻ താല്പര്യമുള്ള കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു, അവരെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. तो जो बच्चे लोग डॉक्टर बनना चाहता था, उन लोगों को बुलाकर अलग एक कमरे में, സിവിൽ സർവീസിൽ താല്പര്യമുള്ള ആളുകളെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. जो सिविल सर्विस में जाने वाले बच्चे लोगों को उसमें इच्छा रहते हुए बच्चे लोगों को दूसरा कमरे में भेजा. നഴ്സിംഗ് തിരഞ്ഞെടുക്കുന്ന ആളുകളാണെങ്കിൽ അവരെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. जो बच्चे लोग नर्सिंग करना चाहते थे, उन लोगों को दूसरा कमरे में. അങ്ങനെ ഏതൊക്കെ വിഭാഗം ആളുകളാണ് ഇവിടെ ഉള്ളത്, അഥവാ ഏതൊക്കെ ജോലിയാണ് തിരഞ്ഞെടുക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടികളെ എല്ലാം പല റൂമുകളിലേക്ക് മാറ്റി. तो जितने बच्चे लोग उधर जमा हुए थे, इकट्ठे हुए थे, उन बच्चे लोगों के इच्छा के अनुसार क्या क्या उन लोग बनना चाहते थे, उसके अनुसार एक एक झुंड को एक कमरे में भेजा. എന്നിട്ട് उसके बाद ആ വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയതായിരിക്കുന്ന ആളുകൾ, കൗൺസിലേഴ്സ് ആയിട്ടുള്ള ആളുകൾ ആ മുറിയിലേക്ക് ചെന്നു. उसके बाद
जो विषय में निपुण है उन व्यक्तियों को अलग अलग और प्रत्येक रूम में प्रत्येक क्लास में उनको भेजा. ഇപ്പോ സിവിൽ സർവീസിൽ പരിചയമുള്ള ജോലി ചെയ്തിട്ടുള്ള ആളുകള് ആ സിവിൽ സർവീസ് താല്പര്യമുള്ള മുറിയിലേക്ക് പോയി. इसका मतलब सिविल सर्विस में काम करने वाले लोग, उसका काउंसिल करने वाले लोग जो सिविल सर्विस में जाने के लिए इच्छा रखता था उस बच्चे लोग जिस कमरे में थे उधर भेजा. ഇവരെല്ലാവരും മിടുക്കന്മാരാണ് കേട്ടോ. ये सब लोग बहुत निपुण लोग हैं. അവരുടെ മേഖലകളിൽ ഡോക്ടർ, എഞ്ചിനീയർ, സിവിൽ സർവീസ്, നഴ്സിംഗ് ഫീൽഡ്, അല്ലെങ്കിൽ MBA എടുത്ത് മാനേജ്മെന്റ്, അങ്ങനെയുള്ള ഏത് കാര്യങ്ങളിലും അതാത് ആളുകൾ വളരെ പ്രാവീണ്യമുള്ളവരാണ്. तो प्रत्येक विषयों में जो प्रत्येक लोग आते हैं उन लोग अपने अपने जो विषय में बहुत निपुण लोग हैं. ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നതിനൊരു കാരണമുണ്ട്. मैं इतना विस्तार रूप में बताने का एक मकसद उसके पीछे था. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ വിലപ്പെട്ട ഒരു കാര്യം മറന്നു പോകരുത് എന്ന് ഓർപ്പിക്കാനാണ്. आप जब आपके बच्चों से ये बात बताने के समय एक बहुमूल्य बात आप छोड़ना नहीं. ഈ മുറികളിലേക്ക് ചെന്ന കൗൺസിലേഴ്സ് ആയിരിക്കുന്ന നല്ല എക്സലന്റ് കൗൺസിലേഴ്സ് ആയ ആളുകൾ, जिस कमरे में जो प्रत्येक काउंसिलर्स गए थे जो बहुत उत्तम लोग हैं, बहुत निपुण लोग, एक्सेलेंट लोग थे, അവർ ആ കുട്ടികളോട് അതാത് കുട്ടികളോട് പറഞ്ഞു കൊടുത്ത കാര്യം, ये प्रत्येक बच्चों से जो बातें बताया था वो बात ये था कि നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ ജോലി എത്രത്തോളം നന്നായി ആച്ചീവ് ചെയ്യാൻ കഴിയും, അതിനൊന്തൊക്കെ ചെയ്യണം എന്നതാണ്. आप जो जॉब को, जो काम को चुनने वाला है, जो जो जॉब को आप चुनते हैं उसमें आप कितना तक आपका बेस्ट आप कर सकते हैं वो आप करना पड़ेगा. മറ്റൊരു അതിനോട് ചേർന്നൊരു ഉദാഹരണം പറഞ്ഞാൽ, उसके साथ एक दृष्टांत भी बताना चाहता हूँ. CA പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് പറഞ്ഞു കൊടുത്തത് ഇതാണ്. हाँ, CA में जाने वाला, CA कोर्स में जाने वाला बच्चों से ये बात बताया. അവര് പറഞ്ഞു, ഈ CA പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളായി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റു പഠനത്തെക്കാളൊക്കെ ഗൗരവമുള്ള ഒരു പഠനമാണിത്. बोले उनसे ऐसे बोला कि जो CA जो सब्जेक्ट आप लेना चाहते हैं उस जो दूसरा विषयों से बहुत बहुत गंभीर एक विषय है CA. മാത്തമാറ്റിക്സിൽ മിടുക്കന്മാരും മിടുക്കികളും ആണെങ്കിൽ മാത്രമേ ഇത് തിരഞ്ഞെടുക്കാവുള്ളൂ. और गणित विषय में जो अच्छे से पढ़ाई करने वाला लोग, केवल वही लोग इस CA क्लास में अटेंड करना है, उसको चुनना है. മിനിമം ഏറ്റവും കുറഞ്ഞത് 12 മണിക്കൂറെങ്കിലും വിശ്രമരഹിതമായി അധ്വാനിക്കാൻ തയ്യാറുള്ള ഒരാൾ മാത്രമേ CA ചേരാവൂ എന്നവർ പറഞ്ഞു. उतना ही नहीं, कम से कम 12 घंटा अच्छे से 12 घंटे बहुत कठिनाई से परिश्रम करने वाला केवल वही लोग इस CA के लिए एडमिशन लेना है. So all the candidates, तो they have received a great and good and excellent counseling. तो इसीलिए जो प्रत्येक छात्र लोग जिस विषय को चुनना चाहता था उनके लिए बहुत उत्तम टीचर्स को, एक्सेलेंट काउंसलर्स को मिला था. उसके अनुसार उनको क्लास भी मिला. But they got the counseling that how they can maximum achieve the goal. तो उसके द्वारा वो लोग कितना अच्छे से उनको लक्ष्य को प्राप्त करना है उसके बारे में बताया. ഞാൻ പറഞ്ഞു വരുന്നത്, मैं ये बताना चाहता था कि ഞാൻ അവരോട് ചോദിച്ചു, ഏത് ജോലി തിരഞ്ഞെടുത്താലും അത് കുഴപ്പമില്ല, അതിൽ നന്നായി അച്ചീവ്മെന്റ് ആണോ അവർ പറഞ്ഞു തന്നത്? तो मैं उन बच्चों से पूछा, जो कुछ काम चुनना चाहते हैं उसमें एकदम अच्छे से परफॉर्म करने के लिए उन लोग बोले थे क्या? അവര് പറഞ്ഞു, ആ വിഷയത്തിൽ എങ്ങനെ ആക്റ്റീവ് ചെയ്യാമെന്നാണ് അവര് പറഞ്ഞത്. तो उन लोगों ने बोला कि उस विषय जो चुनना चाहते हैं उस विषय में कैसे परफॉर्म करना, कैसे एक्टिव करना, उस विषय में उन लोग बोला. ഒരു കാര്യം കൂടെ അവര് പറഞ്ഞു, एक और बात उन लोगों ने बोला,
നിങ്ങൾക്ക് കിട്ടുന്ന ഈ നല്ല അച്ചീവ്മെന്റ് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ എത്രത്തോളം കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ചിലവാക്കാമോ അതും നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം എന്നും പറഞ്ഞു. उतना ही नहीं, उन लोगों ने बोला कि आपके जो जो प्रोफेशन आप चुनना चाहते थे, उसके बाद आप जो मिलेंगे, उसके बाद आप कितना आप बहुत परिश्रम करने के बाद आपको जो मिलते हैं तनख्वाह, उसे कितना परमेश्वर के काम के लिए इस्तेमाल करना, वो भी उन लोगों ने बताया करके बोला. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയട്ടെ. लेकिन मैं एक बात और आपसे बताना चाहता हूँ. അതേ കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു വാക്ക്, वही बच्चे लोगों से मैं बताना चाहता था कि നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഗ്രൂപ്പിനനുസരിച്ച്, വിഷയത്തിനനുസരിച്ചാണ് നിങ്ങളുടെ ജോലി നിർണ്ണയിക്കപ്പെടുന്നത്. जो ग्रुप आप चुना था, उसके अनुसार आपका जॉब को निर्धारित करते हैं. അതുകൊണ്ട് തന്നെ ആ ഉദ്ദേശിക്കുന്ന ഉദ്യോഗം കൊണ്ട്, ജോലി കൊണ്ട് നിങ്ങൾക്ക് ഭൗതികമായി എത്രത്തോളം മേലിൽ എത്താമെന്നുള്ളതല്ല പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. तो इसीलिए उस जॉब से, उस काम से भौतिक रूप में कितना ऊंचा जाएगा, कितना ऊंचा तक आप जा सकते हैं, उसके बारे में केवल नहीं, ആ തിരഞ്ഞെടുക്കുന്ന ജോലി നിങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം ബാധിക്കും എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. इसीलिए सबसे पहले आप ये सोचना था कि जो जो आप चुनना चाहता था, उस जॉब के द्वारा आपके जीवन को कितना प्रभावित हो सकता है, ഞാൻ कितना മൂന്ന് കാര്യം प्रभावित होता है, ഇതിനോട് वो बात ബന്ധപ്പെട്ട് आपको 3 കാര്യമാണ് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. तो उनसे मैं 3 बात बोलना चाहता हूँ. ഇവിടെയുള്ള ദൈവദാസന്മാർ പ്രത്യേകം നോട്ട് ചെയ്യണം. इधर जो परमेश्वर दास लोग जुड़े हैं, जरूर आप नोट करना है. നിങ്ങളുടെ ദൈവസഭയിലുള്ള വളർന്നു വരുന്ന തലമുറകളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതാണ്. तो आपके कलीसिया में जो बच्चे लोग जो बढ़ रहा है, उनसे ये बोलना था. 1, पहला, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജോലി നിങ്ങളുടെ വ്യക്തിപരമായ ആത്മീക ജീവിതത്തിന് എത്രമാത്രം ഗുണകരമാകും, അതെത്രമാത്രം ബാധിക്കാൻ സാധ്യതയുണ്ട്. तो जो काम आप चुनना चाहता था, व्यक्तिगत रूप में और कितना इस्तेमाल हो सकता है, और अपने आत्मिक रूप में कैसे प्रभावित हो सकता है, उसके बारे में सोचना. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. आपको समझ में आया करके मैं विश्वास करता हूँ. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗം നിങ്ങളുടെ വ്യക്തിപരമായ ആത്മീക ജീവിതത്തിന് എത്രത്തോളം ഗുണകരമാകും, അല്ലെങ്കിൽ അതിനെ എത്രമാത്രം ദോഷമായി ബാധിക്കും. जो जॉब आप चुनना चाहता था, आपके उस जॉब के द्वारा, उस काम के द्वारा आपके व्यक्तिगत आमदनी जीवन में कितना प्रभावित होता है, कितना आप ऊंचा हो सकता, वो बात भी आप जांचना था. और जितना वो दोष हो जाता है, जितना बुराई में जाता है, वो भी आप सोचना पड़ेगा. രണ്ടാമത്തെ കാര്യം, दूसरी बात, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഈ ഉദ്യോഗം നിങ്ങളുടെ സഭായോഗങ്ങളെ എത്രമാത്രം ബാധിക്കും. दूसरी बात, जो काम हम चुनना चाहते थे, उसके द्वारा आपकी कलीसियाई जीवन में कितना प्रभावित हो सकता है. സഭായോഗമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. कलीसियाई जीवन हमारा जीवन का एक महत्वपूर्ण कार्य है. വർഷത്തിൽ 25 ആഴ്ചകളിൽ പോലും സഭായോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരു ജോലിയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, अगर साल भर 25 हफ्ता में हम कलीसियाई मीटिंग में नहीं जा पाएंगे, तो इस जॉब के वजह से तो हम लोग सोचना पड़ेगा. അത് നമുക്ക് വേണോ വേണ്ടായോ എന്നുള്ളത് നാം ചിന്തിക്കണം. हम सोचना पड़ेगा कि वो जॉब हम करना है क्या नहीं. ഈ ഞാൻ ജോലി പറയുന്നില്ല, मैं जॉब के बारे में, जॉब है उसके बारे में नहीं बोलना चाहता. പല ജോലികൾ എൻ്റെ മനസ്സിലുണ്ട്, എങ്കിലും ഞാൻ അത് വെളിപ്പെടുത്തുന്നില്ല. बहुत सारा काम मेरे मन में है, लेकिन मैं प्रकट करना नहीं चाहता हूँ. ഒരിക്കൽ ഒരു ദൈവദാസൻ, ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, एक दिन एक परमेश्वर का दास मुझे बोला, എൻ്റെ
ജീവിതത്തിന്റെ പകുതി സമയവും എനിക്ക് സഭായോഗം കൂടുവാനായിട്ട് കഴിഞ്ഞില്ല. मेरा जीवन का आधा भाग कलीसिया मीटिंग में अटेंड नहीं कर पाया. ഇപ്പോൾ എൻ്റെ മകന് അവൻ്റെ പൊതുവെ എടുത്താൽ പകുതി സമയവും അവന് സഭായോഗം കൂടാനായിട്ട് സാധിക്കില്ല. अभी मेरा बेटा है, उनके जीवन में भी ऐसा ही है. आधा समय उसको कलीसिया मीटिंग में नहीं जा पा रहे थे. എനിക്കത് കേട്ടപ്പോൾ വളരെ രസകരമായിട്ട് തോന്നി. ये सुनने के समय बहुत मजाक जैसे मेरे को अनुभव में आया. എനിക്ക് എൻ്റെ പകുതി സഭായോഗം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. मेरा आधा मीटिंग मेरा जीवन में वो खो गया. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇപ്പോൾ എൻ്റെ മകനും അതേ ജോലിയാണ് ചെയ്യുന്നത്. अभी बोल रहे, अभी भी मेरा बेटा भी वो सेम वही जॉब करता है. उनको भी कलीसिया मीटिंग में नहीं जा पा रहे. അവനും വർഷത്തിൽ പകുതി മാസങ്ങളിൽ ജോലി ചെയ്യാൻ സഭായോഗം കൂടാനായിട്ട് കഴിയില്ല. तो उसको भी साल में आधा भाग मतलब 6 महीना उनको कलीसिया मीटिंग में नहीं जा पा रहे. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, तब आप में से ये पूछेंगे, ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ ഒക്കെ ലഭിക്കുന്ന ജോലി ഞങ്ങൾ ചെയ്യരുതെന്നാണോ? मुझको और हमारे बच्चों को जो जॉब मिलता है हम नहीं करना है क्या? ഞങ്ങൾക്ക് ലഭിക്കുന്ന ജോലി ഈ നിലയിലുള്ളതാണെങ്കിൽ ഞങ്ങൾ അത് സ്വീകരിക്കാൻ പാടില്ലേ? तो ऐसे जॉब हमको मिलेंगे तो वो स्वीकार नहीं कर सकते हैं क्या? സ്വീകരിച്ചോളൂ. आप स्वीकार कर सकते हैं, लेकिन നമ്മുടെ സഭായോഗത്തെക്കാൾ വലുതാണ് നമ്മുടെ ഭൗതികമായ വരുമാനമെങ്കിൽ അത് സ്വീകരിക്കാം. तो हमारा कलीसिया और सभा और कलीसिया मीटिंग से उत्तम है आपका जॉब, आप सोचेंगे तो स्वीकार कर सकते हैं. പ്രിയമുള്ളവരെ, ഞാൻ എന്തിനാണ് ഈ ഉദാഹരണങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചാൽ, लेकिन मेरे प्रियो में ये दृष्टांत क्यों बोलता है करके आप पूछेंगे तो നമുക്ക് തമ്മിൽ ഭാഷാപരമായ അല്പം ഒരു വ്യത്യാസമുണ്ടല്ലോ, ഒരു തടസ്സമുണ്ടല്ലോ. हमारे बीच में एक भाषा के कारण कुछ समस्या അപ്പൊ ദൈവജനത്തിന്റെ ഈ ഭാഗം നിങ്ങളിലേക്ക് കുറച്ച് വ്യക്തമായി എത്തണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. तो इसलिए परमेश्वर का वचन जो बोलते हैं और ठीक से आपके मन में पहुंचने के लिए मैं ये दृष्टांतों को ज्यादा बताया. ഞാൻ പങ്കെടുത്ത ഒരു സഭായോഗത്തിൽ जो एक कलीसिया मीटिंग में मैंने അവിടെയുള്ള ഒരു ദൈവദാസൻ ഇങ്ങനെ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. एक परमेश्वर के दास ऐसे गवाही दिया करके मैंने सुना. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. पिछले एक हफ्ता पूरा मैं इधर नहीं था. ഞാൻ എൻ്റെ മകളുടെ അഡ്മിഷൻ സംബന്ധിച്ച് യാത്രയിലായിരുന്നു. मैं मेरे बेटी के एडमिशन के सिलसिले में यात्रा कर रहे थे. ഞങ്ങൾ പോയ സ്ഥലങ്ങളിൽ പല കോളേജുകളും അതിന്റെ ക്യാമ്പസുകളും അതിന്റെ പിന്നെ ഹോസ്റ്റലുകളും ഒക്കെ ഞങ്ങൾ കണ്ടു. मैं बहुत कॉलेज और हॉस्टल बहुत सारा हम लोगों ने विजिट किए थे. എന്നാൽ ഞങ്ങൾ ഏറ്റവും നല്ല ഒരു കോളേജ് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. लेकिन एकदम अच्छा एक कॉलेज हम लोग उधर पहुंचा. हम लोग ഏറ്റവും നല്ല ഹോസ്റ്റൽ സംവിധാനം അവിടെയുണ്ട്. उधर एक अच्छे तरीके से हॉस्टल भी हमको मिले. അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ അവർക്കുണ്ട്. उनके पास एक अच्छा हॉस्पिटल भी है. പക്ഷെ ഒരു കാര്യം, അവരുടെ ഹോസ്റ്റലിൽ നിന്ന് ഒരു കുട്ടിയെയും ഒരു വിഷയത്തിനും പുറത്തേക്ക് വിടത്തില്ല. लेकिन उधर जो हॉस्टल में रहने वाले लोगों को कोई भी कार्य के लिए उनका पढ़ाई खत्म करने के समय तक बाहर नहीं भेजेंगे. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരുടെ വണ്ടിയിൽ തന്നെ കടയിലോ മറ്റു ഷോപ്പുകളിലോ കൊണ്ടുപോകും. അവിടെ നിന്ന് ഹോസ്റ്റലിലേക്ക് തിരിച്ചു കൊണ്ടുവരും. अगर इन बच्चों को, उन छात्रों को कुछ जरूरत पड़ेगी तो उधर हॉस्टल में गाड़ी है, वो गाड़ी में उन लोगों को लेके जाएंगे और पूरा शॉपिंग वगैरह करने के बाद वापस उस गाड़ी में लेके आएंगे वापस. അതുകൊണ്ട് സഭായോഗത്തിന് പോകാനായിട്ട് അനുവാദം ഉണ്ടാകില്ല. इसलिए कलीसिया मीटिंग में अटेंड करने के लिए अनुमति नहीं. അപ്പൊ ഞാനിങ്ങനെ കാതോർത്തിരിക്കുകയാണ്. मैं ऐसे मेरा कान को एकदम अच्छे से सुनने के लिए तैयार करके रखा था. ഒരുപക്ഷെ അദ്ദേഹം പറയാനായിട്ട് പോകുന്നത് ഇതായിരിക്കും, शायद वो व्यक्ति ये बात बोलने वाले थे. അതുകൊണ്ട് ഇത്രയും നല്ല സൗകര്യമുണ്ടെങ്കിലും
സഭായോഗത്തിന് പോകാനായിട്ട് അടുത്ത 4-4.5 വർഷം സഭായോഗത്തിന് പോകാനായിട്ട് സാഹചര്യമില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കുട്ടിയെ അവിടെ ചേർത്തില്ല എന്ന് പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. मैंने क्या सोचा कि वो पढ़ाई करने समय 4 और 4.5 साल लगेगा, वो 4.5 साल मेरे बच्चों को कलीसिया मीटिंग में अटेंड नहीं कर पाएंगे जो उस हॉस्टल में रहने के कारण, इसीलिए मैं उधर एडमिशन नहीं ले लूंगा करके बोलेंगे करके मैंने सोचा। ഞാൻ ഈ കാര്യം പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ വന്നല്ലേ പ്രതീക്ഷിച്ചത്? मैं बात बोलने से आप भी वही इच्छा किया था ना, प्रतीक्षा किया था ना। നിങ്ങളെല്ലാവരും വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക, അതുകൊണ്ട് നിങ്ങളുടെ റിയാക്ഷൻ എനിക്ക് അറിയില്ല. आप सब लोग वीडियो को बंद करके रखा था, इसलिए आपका रिएक्शन में नहीं देख पा रहे। ഓഫ് ചെയ്ത് വെച്ചിട്ട് അവിടെ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. ऑफ किया तो आप भी उधर है क्या करके भी मेरे को नहीं मालूम, എന്താണെങ്കിലും ഇത് ഗൗരവമായിട്ട് നിങ്ങൾ ചിന്തിക്കണം. लेकिन ये गंभीर बात है, आप जरूर विचार करना पड़ेगा। ഇത് കേട്ടപ്പോൾ നിങ്ങളും പ്രതീക്ഷിച്ചത് ഓ ആ ദൈവദാസൻ ആ കുട്ടിയെ അവിടെ ചേർത്ത് കാണില്ല എന്നല്ലേ? शायद आप लोग भी ये कहानी जो ये बात सुनने समय आपके मन में भी वो विचार आए होंगे, वो परमेश्वर के दास अपने बच्चों को उस हॉस्टल में नहीं डाले होंगे। ഒരു കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരാൾ ഇതാണ് തീരുമാനിച്ചതെങ്കിൽ സാധാരണപ്പെട്ട ആളുകളുടെ കാര്യം എന്തായിരിക്കും? हर एक परमेश्वर का दास जो परमेश्वर के सेवा करने वाला एक व्यक्ति ऐसे सोचेंगे तो विश्वासी लोग क्या सोचने। ഞാനൊരു ഉദാഹരണം പറഞ്ഞത് मैं ये दृष्टांत बोलने का मकसद ये था कि നമ്മുടെ കുട്ടികളുടെ മാത്രമല്ല, നാം തിരഞ്ഞെടുക്കുന്ന നമ്മുടെ മുമ്പിൽ നാം അഭിമുഖീകരിക്കുന്ന ഏത് വിഷയവും കേവലം ഭൗതികമായി എത്രത്തോളം പ്രയോജനമുണ്ടാകുമെന്നല്ല നാം ചിന്തിക്കേണ്ടത്. हम लोग अगर हमारे बच्चे लोग जो जो बातों को अपने भविष्य के लिए चुनते हैं उसके द्वारा कितना भौतिक आशीष मिलेंगे, कितना भौतिक रीत में हम लोग बढ़ेंगे, इस बात के बारे में नहीं। നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, शायद हमको रुकावट हो सकता है, നമുക്ക് क्लेश और मुसीबत हो सकता है, നമുക്ക് കുറച്ച് അധ്വാനം കൂടും, शायद हम लोग कुछ और कठिन परिश्रम करने वाला पड़ेगा, കുറച്ച് നഷ്ടമുണ്ടാകും, शायद कुछ नुकसान भी हमारे जीवन में आ जाता है, പ്രയാസമുണ്ടാകും. शायद कुछ समस्या भी आ सकता है। എന്നാൽ നമ്മുടെ ശുശ്രൂഷകളും നമ്മളുടെ ആത്മീകമായിരിക്കുന്ന വളർച്ചയും എല്ലാം മറ്റുള്ളവർക്ക് ആത്മീകമായി ഗുണീഭവിക്കുന്നതാണോ നമുക്ക് ഗുണീഭവിക്കുന്നതാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നാം അത് തിരഞ്ഞെടുത്താൽ നമുക്ക് പിന്നീട് ദുഃഖിക്കേണ്ടതായിട്ട് വരും. अगर हम लोग हमारे आत्मिक जीवन के लिए, हमारे कलीसिया के विश्वासियों के आत्मिक जीवन के लिए, वो कलीसिया के लोगों के आत्मिक जीवन के लिए ये गुण हो जाएंगे तो बाद में हम लोग दुखित होने का अवसर हमारे जीवन में नहीं मिलेगा। ഞാൻ പ്രത്യേകിച്ച് ഈ വിഷയം എടുത്തു പറഞ്ഞത് കുട്ടികളുടെ ഭാവി നിർണയിക്കുന്നത് നാം മാതാപിതാക്കളാണ്. इसीलिए मैं एक कार्य को बताया कि हमारे बच्चों का भविष्य हम लोग मतलब माता पिता लोग निर्णय करते हैं। നമ്മൾ പറയും എൻ്റെ കുട്ടി അത് ആഗ്രഹിച്ചത് കൊണ്ട് ഞാൻ അതിന് വിട്ടതാണെന്ന് പറയും. हम लोग बोलते हैं मेरा बच्चे वो डिसाइड किया है, उसको इच्छा थी इसलिए मैं उस कार्य के लिए भेजा। ശരിയായിരിക്കാം, शायद ठीक हो सकता, പക്ഷെ അതിന്റെ कारणക്കാർ നമ്മളാ. लेकिन उसका मूल कारण हम लोग हैं। കാരണം അവരുടെ ഉള്ളിലേക്ക് ആത്മീകമായി ഗുണീഭവിക്കുന്ന ആത്മീകമായ നേട്ടമുണ്ടാകുന്ന കാര്യങ്ങളെക്കാൾ ലോകത്തിൽ എത്രത്തോളം ഭൗതികമായി ഉയർന്ന പന്താവിൽ എത്താമെന്നുള്ള ചിന്തയാണ് നാം അവരിലേക്ക് ഇട്ടുകൊടുത്തത്. हम लोग क्या करते हैं, आत्मिक जीवन में कितना बढ़ना है और आत्मिक मूल्य को पकड़ने से ज्यादा भौतिक जीवन में इस सांसारिक विषयों में कितना ऊंचा हो सकता है उसके बारे में हम लोगों ने उनके ऊपर विचार डाला। അതുകൊണ്ട് അവന്റെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിന് നേട്ടമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് അവൻ പരിഗണിച്ചിട്ടേ ഇല്ല. इसलिए अपने व्यक्तिगत रूप में आत्मिक जीवन में कुछ फायदा होगा क्या नहीं होगा उसके बारे में वो बिल्कुल विचार नहीं किया। അവന്റെ സഭായോഗം കൂടുവാനോ കൂടാതിരിക്കുവാൻ അതിനെ ബാധിക്കുമോ എന്നുള്ളതോ അവൻ പരിഗണിച്ചിട്ടില്ല. वो कलीसिया मीटिंग में जा सकते हैं क्या नहीं जा सकते उसके बारे में वो कभी सोचा भी नहीं। മിക്കവാറും ഒക്കെ നമ്മുടെ സൺഡേ സ്കൂൾ കഴിയുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികളെ വീട്ടിൽ പറഞ്ഞു വിടും. शायद कभी कभी
और संडे स्कूल के बाद भी हम लोग अपने बच्चों को तुरंत घर में भेज देता है। പിന്നെ ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ ഇച്ചിരൂടെ മുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ കുട്ടികളെ നമ്മൾ ട്യൂഷനും പറഞ്ഞു വിടും, അല്ലെങ്കിൽ अब എൻട്രൻസിന്റെ കോച്ചിങ്ങിന് പറഞ്ഞു विடும். और कुछ बड़े होने के बाद बच्चों को ट्यूशन में भेज देते हैं, नहीं तो एंट्रेंस कोचिंग में भेज देते हैं। ഇതെല്ലാം മിക്കവാറും ഞായറാഴ്ചകളിലാണ്. ये सब कुछ हमेशा संडे में होता है। അപ്പൊ ഇങ്ങനെ പഠിച്ചു വന്ന ഒരു കുട്ടി പിന്നെ എങ്ങനെയാ തിരഞ്ഞെടുക്കണ്ടേ? तो ऐसे ऐसे रीति रिवाज में बढ़ने वाले एक व्यक्ति हो, एक बच्चे क्या चुनेंगे? यही कार्य को चुनेंगे। മാത്രമല്ല നമ്മുടെ മിക്കവാറും കുട്ടികളുടെ തീരുമാനത്തിന്റെ പുറകിൽ മാതാപിതാക്കളുണ്ട്. കാരണം എന്റെ കുട്ടി ഇന്നതാകണമെന്ന ആഗ്രഹത്തിലാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. उतना ही नहीं है, हमारे बच्चे लोग मेरे इच्छा के अनुसार माने मैं जो चाहता वही होना है करके हमारे जीवन में एक इच्छा थी, वो इच्छा को हमारे बच्चों के जीवन में हम लोग भी डालते हैं। ലക്ഷ്യമുള്ളത് നല്ലതാണ്, लक्ष्य वो अच्छी बात है, लक्ष्य होना പക്ഷെ चाहिए, ആ ലക്ഷ്യം നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളെ ബാധിക്കുമോ എന്നുള്ളതാണ് വിഷയം. लेकिन वो लक्ष्य हम जो जो बातें बोलता था उसको प्रभावित करेंगे क्या नहीं, वो हम लोग सोचना। 3 കാര്യം പറയാമെന്ന് പറഞ്ഞല്ലോ, അതിലെ മൂന്നാമത്തെ കാര്യം കൂടെ പറയട്ടെ. 3 बात मैं बोलूंगा करके बोला था ना, और तीसरा बात बोलूं, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജോലി വ്യക്തിപരമായ ജീവിതത്തെ ബാധിക്കുമോ, ഗുണമായി ഭവിക്കുമോ? जो काम हम लोग चुनते हैं वो व्यक्तिगत जीवन में प्रभावित करेंगे क्या और नहीं, നമ്മളുടെ സഭാജീവിതത്തെ അത് അനുകൂലമായിട്ട് അത് ബാധിക്കുമോ, പ്രതികൂലമായി ബാധിക്കുമോ? और हमारा कलीसियाई जीवन में अनुकूल अवस्था में लेके आएंगे क्या और प्रतिकूल अवस्था में लेके आएंगे क्या? മൂന്നാമത്തെ കാര്യം, तीसरी बात, ദൈവം എനിക്ക് ഒരു ഭാവിയിൽ ഒരു കുടുംബജീവിതം നൽകിയാൽ भविष्य में परमेश्वर के अनुग्रह से एक पारिवारिक जीवन हमें देंगे तो ആ കുടുംബജീവിതത്തെ ഇത് എത്രത്തോളം ബാധിക്കും? वो पारिवारिक जीवन को कितना प्रभावित कर सकते हैं? എന്റെ കുടുംബത്തോടൊപ്പം എന്റെ ഭാര്യയോട് കൂടെ എനിക്ക് അധിക സമയം ചെലവഴിക്കുവാനായിട്ട് കഴിയുമോ? मेरे परिवार के साथ, मेरे पत्नी के साथ ज्यादा समय बिता पाएंगे क्या? എന്റെ കുഞ്ഞുങ്ങളോട് കൂടെ അധിക സമയം കഴിയുവാനായിട്ട് സാധിക്കുമോ? मेरे बच्चों के साथ अधिक समय बिता पाएंगे क्या? നാം ഇത് ചിന്തിക്കാറുണ്ടോ? हम विचार करते हैं क्या? ഒരിക്കൽ ഞാൻ എൻ്റെ വാഹനം കേടായ സമയത്ത് ഒരു ബൈക്കിൽ ലിഫ്റ്റ് കയറി എൻ്റെ പ്രവർത്തന സ്ഥലത്തേക്ക് പോയി. एक बार मेरा गाड़ी खराब होने के कारण मैं एक बाइक में लिफ्ट मांग करके उस बाइक के पीछे बैठकर मैं एक सेवा करने के जगह में ഒരു റോമൻ കാത്തലിക് ആയ ഒരു ചെറുപ്പക്കാരൻ वो लिफ्ट मुझे दिया है। वो व्यक्ति एक रोमन कैथोलिक विश्वासी था। ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് വിശേഷമൊക്കെ ചോദിച്ചു. हम लोग एक साथ जाने के समय उनके हालचाल पूछा था। അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ ഞാൻ ഗൾഫിലായിരുന്നു, ഞാൻ ഒരു ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫറാണ്, ഞാൻ 5 വർഷം ഗൾഫിലായിരുന്നു. मैं गल्फ में था, 5 साल गल्फ में अपना जीवन को बिताया। मैं एक फ्रीलांडर फोटोग्राफर था। ഞാനിപ്പം വന്നിട്ട് ഇവിടെ വീണ്ടും പഴയതുപോലെ ഫ്രീലാൻഡ് ആയിട്ട് നടത്തുകയാണ്. अभी मैं गल्फ से वापस आकर इधर पुराना जैसे एक फ्रीलांस फोटोग्राफर जैसे काम कर रहे हैं। അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വളരെ ചെറുപ്പമാണല്ലോ, 5 വർഷം കഴിഞ്ഞപ്പോൾ എന്താണ് മടങ്ങിപ്പോകുന്നത്, അവിടെ ജോലി നഷ്ടപ്പെട്ടതാണോ എന്നോട് ചോദിച്ചു. मैंने उनसे पूछा कि आप बहुत जवान है, हाँ बहुत कम उम्र वाला है, 5 साल जॉब करने के बाद आपका जॉब में कुछ समस्या हुआ था क्या? അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്നെ വളരെ വിസ്മയഭരിതനാക്കി. वो आदमी मुझसे जो बातें बोला उसमें मैं बहुत अचंभित हो गया। ദൈവമക്കളായ നമുക്ക് പോലും പലപ്പോഴും അത് പറയാൻ കഴിയില്ല. शायद परमेश्वर के निज पुत्र, परमेश्वर का जन्म हम लोग है, हम लोग भी कभी भी वो नहीं बोल पा रहे थे। അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ആവശ്യമുള്ളത് ഇപ്പോഴാണ്. वो वैसे बोला, मेरे पत्नी को अभी मुझे आवश्यक है। എൻ്റെ കൊച്ചു കുട്ടികളാണ് എനിക്കുള്ളത്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നെ ആവശ്യമുള്ളത് ഇപ്പോഴാണ്. मुझको छोटे छोटे बच्चे हैं, अभी के समय में उन लोग मुझे चाहते हैं। എന്നോട് അദ്ദേഹം പറഞ്ഞു, സാറേ എൻ്റെ കുട്ടികളുടെ ഏകദേശം ഒരു വിദ്യാഭ്യാസം കഴിയുന്ന സമയത്ത് എനിക്ക് അവിടെ അവസരം ഇപ്പോഴും ഉണ്ട്, ഞാൻ ഒരു 5 വർഷത്തേനും കൂടെ ഒരു പക്ഷെ പോകും എന്ന്. मेरे बच्चे थोड़ा बड़े होंगे और थोड़ा ऊंचा शिक्षा में जाने के समय
मैं फिर जा सकता हूँ, क्योंकि अभी भी मेरे को ऑफर है और 5 साल और मैं उधर जाके गल्फ में जाके काम करूंगा। എന്നാൽ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എന്നെ ആവശ്യമുള്ളത് ഇപ്പോഴാണ്. लेकिन मेरे पत्नी और मेरे बच्चों के साथ रहने का समय अभी है। ദൈവജനത്തിൽ എത്ര പേർക്ക് ഈ ചിന്തയുണ്ട്? परमेश्वर का लोगों को, कितने लोगों के जीवन में ये विचार होता है। ഞാൻ കേവലം ജോലിയുടെ കാര്യം പറഞ്ഞത്, നാം തിരഞ്ഞെടുക്കുന്ന ഏത് വിഷയവും അങ്ങനെയാണ്. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരാനായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവുമായതുകൊണ്ട് ഞാനത് പറഞ്ഞതാണ്. ये जॉब के बारे में इसलिए बोला कि वो दृष्टांत, कि हम सब जॉब करने वाला है, हम जॉब चुनने वाला है, तो ये जॉब के बारे में बोलेंगे तो आपको तुरंत आप पकड़ सकता है जिस बारे में मैं बोल रहा था। നാം തിരഞ്ഞെടുക്കുന്ന ഏത് വിഷയവും ആത്മീകമായി ഗുണപരമായി തീരുമോ എന്നുള്ളതായിരിക്കണം ഏറ്റവും മുൻഗണന. केवल जॉब नहीं है, केवल जो काम नहीं है, जो चीज हम लोग चुनते हैं उसके द्वारा आत्मीय जीवन में कितना फायदामंद होता है, फायदा मिलता है, वो कार्यक्रम जरूर सोचना है। ആത്മീക ജീവിതത്തിന് ഗുണകരമായി തീരത്തില്ലെങ്കിൽ നാം തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. अगर हमारा आत्मीय जीवन में कोई गुण नहीं होते तो ये जॉब चुनने के लिए, वो कार्य चुनने से कोई फायदा नहीं है। ദൈവം നമ്മെ സഹായിക്കട്ടെ. परमेश्वर हमको सहायता करे। ജോലി മാത്രമല്ല, केवल जॉब के बारे में नहीं बोल रहा हूँ, നാം തിരഞ്ഞെടുക്കുന്ന ഏത് വിഷയം, നാം അഭിമുഖീകരിക്കുന്ന ഏത് വിഷയവും സ്വീകരിക്കുമ്പോൾ അത് എത്രമാത്രം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ ദൈവസഭയുടെയും ഒക്കെ ആത്മീക മണ്ഡലത്തിൽ പ്രയോജനമുണ്ടാകും എന്നുള്ളത് ഗൗരവമായിട്ട് ചിന്തിക്കും. केवल काम नहीं है, जो चीज हम लोग चुनने वाला है उस कार्यों के द्वारा हमारा व्यक्तिगत, हमारा कलीसिया, हमारे पारिवारिक जीवन में कितना गुण आता है, वो कार्य हम लोग जरूर विचार करना है। വളരെ ദീർഘമായ ഒരു യാത്രയുടെ മധ്യത്തിലാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി എടുത്തത്. बहुत लंबा एक सफर के बीच में मैं आकर आपके लिए क्लास लिया था। കഴിഞ്ഞ ഏതാണ്ട് 2 ആഴ്ചയോളമായിട്ട് ഞാൻ യാത്രയിലായിരുന്നു. पिछले 2 हफ्ते से मैं सफर कर रहे थे। ഇക്കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കഠിനമായിരിക്കുന്ന ചില പ്രയത്നത്തിലായിരുന്നു. ये पिछले दिनों में बहुत कठिन परिश्रम में था। അതിൻ്റെ മധ്യത്തിലും ദൈവകൃപയാൽ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതുകൊണ്ടാണ് ഈ ക്ലാസ് മുടങ്ങാതെ എടുക്കാനായിട്ട് കഴിഞ്ഞത്. इसके बीच में भी ऐसे एक अवसर मिला है, इसलिए मैं हॉस्पिटल में भी क्लास ले रहा हूँ ताकि ये क्लास बंद ना हो पाए। ഒരു പക്ഷേ ഇത് മുടങ്ങാതെ പോയതിന്റെ കാരണം നിങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. शायद ये बंद नहीं होने के कारण आप लोग हैं। കാരണം ഞാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കും നമ്മുടെ ക്ലാസ് തീരേണ്ട സമയമാകുമായിരുന്നു. अगर मैं जिस प्रदेश, जिस जगह में मैं पहुंचना था, उस जगह में पहुंच के अब क्लास खत्म होने का समय हो जाता है। പെട്ടെന്നാണ് ഈ ഒരു സ്ഥാപനത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മ ദൈവം എനിക്ക് നൽകിയത്. इसलिए जल्दी ये इंस्टीट्यूट के बारे में मेरा मन में आया था और तुरंत मैं डिविएशन करके इस हॉस्पिटल में आ गया। ഈ പഠനം തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നു എന്നാണ് ഞാൻ ഇതിലൂടെ തിരിച്ചറിയുന്നത്. हाँ, इसके द्वारा, इस अरेंजमेंट के द्वारा मैं ये सोच रहा था कि यह बाइबल अध्ययन आपके लिए बहुत लाभदायक हो सकता है करके मैं विश्वास करता हूँ। സന്ദർഭവശാൽ ഞാൻ ഇന്നത്തെ ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. तो इसलिए मैं आज के बाइबल अध्ययन इधर मैं समाप्त करना चाहता हूँ, എനിക്ക് ഇനിയും ഇവിടുത്തെ യാത്ര തുടരേണ്ടതുണ്ട്. क्योंकि मैं इधर से फिर मैं सफर करना पड़ेगा। ഒത്തിരി ബന്ധപ്പാടോടുകൂടെയാണ്, ഒത്തിരി പ്രയാസങ്ങളിലൂടെയാണ് ഇവിടെ വരെ എത്തിയത്. बहुत मुश्किल से मैं इधर पहुंच गया। എങ്കിലും നമുക്കൊന്നിച്ച് അല്പസമയം ഇന്നത്തെ ക്ലാസ് മുടങ്ങാതെ അല്പസമയം ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. फिर भी आज के क्लास का कोई रुकावट नहीं होते हुए आज क्लास में अटेंड करने के लिए मुझको भी सहायता किया, सिर में धन्यवाद करता हूँ। ഈ വിഷയം സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് അവസരം ഉണ്ടായിരിക്കുന്നതാണ്. अगर आज के जो क्लास लिया था उसमें कुछ सवाल आपके पास है तो आज अवसर नहीं है, और अगले शनिवार को, अगले क्लास के पहला जो कुछ समय में आपके लिए अवसर मिलेगा, क्योंकि मैं और सफर करना पड़ेगा मेरे घर पहुंचने। ഞങ്ങളുടെ യാത്ര മുമ്പോട്ട് തുടരട്ടെ. हमारा सफर आगे बढ़ रहा हूँ। നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധിച്ചതിന് നന്ദി പറയും. आपके प्रार्थना हम लोग मांगते हैं और आप मुझे ध्यान दिया है, इसलिए मैं धन्यवाद करता हूँ।
धन्यवाद करते हैं अंकल। गिलाल जी। हाँ हेलो, प्रभु का हाँ जी। हाँ, आ रही है आवाज नहीं? हाँ, अरे एक और बार प्रभु का धन्यवाद।